പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന മക്കളെ അങ്ങ് കനിവോടെ തെക്കൻ പാർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, അനേകം മക്കൾ അനേകം ഭൂഖണ്ഡങ്ങളിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഉദിച്ചുയരുന്ന പ്രഭാതത്തിലെ എങ്ങനെയാണ് ഇരുട്ട് നീങ്ങി പോണത് പോലെ കർത്താവേ, പ്രാർത്ഥനയുടെ ശക്തിയാൽ മക്കളുടെ മനസ്സിലുള്ള ഇരുട്ട്, പല സങ്കടങ്ങളുടെ ഇരുട്ട്, രോഗങ്ങളുടെ ഇരുട്ട്, നിരാശയുടെ ഇരുട്ട് കർത്താവ് നീങ്ങിപ്പോയി പൂർണ്ണമായ അനുഗ്രഹത്തിൻ്റെ സൂര്യപ്രകാശത്തെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ കുളിച്ചു നിൽക്കട്ടെ. കർത്താവിൻ്റെ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവ് എല്ലാ മക്കളുടെയും നെറ്റിയിൽ നീ കുരിശു വരക്കണമേ ഈശോയെ. എല്ലാവരെയും കർത്താവ് നിന്റെ മകനാണ് മകളാണെന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ മുദ്ര വെച്ച് വിശ്വാസത്താൽ നിന്റെ മുദ്ര വെച്ച് പോകുന്ന ഓരോ മകനും മകളും അവർ ഇന്ന് ചെന്നെടുത്തുന്ന എല്ലാ ഇടങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വക്താക്കളാകാൻ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാരീരിക രോഗപീഡിതരെ കർത്താവ് ഏറ്റെടുക്കണമേ. കടഭാരമുള്ളവരെ ഏറ്റെടുക്കണമേ. കർത്താവ്, ജെട്ട് നടപടിയിലേക്ക് വീണുപോയവരെ ഏറ്റെടുക്കണമേ. അവർക്ക് പുതിയ മാർഗങ്ങൾ കർത്താവെ, നിങ്ങൾക്ക് അജ്ഞാതമായ ആഹാരം എനിക്കുണ്ടെന്ന് ഈശോ പറഞ്ഞിട്ട് കർത്താവെ, അതുപോലെ നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമി നിങ്ങൾക്ക് കൈവശമാക്കുമെന്ന് ജോഷുവയിലൂടെ ദൈവത്തിൻ്റെ വചനം സ്മരിച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സ്വന്തം ബുദ്ധിയോ കഴിവോ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ കർത്താവ്, നിന്റെ ബുദ്ധിയിൽ നടക്കുന്ന വിഷയത്തിലേക്ക് അവരുടെ മക്കളെ അങ്ങനെ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പല കാര്യങ്ങളും പല വിഷയങ്ങളാകുന്നത് അവർക്ക് കഴിവില്ലാതെ വരുമ്പോഴാണ് ഈശോയെ. അവർക്ക് അതിനുള്ള കഴിവോ പണമോ ഇല്ലാതെ വരുമ്പോഴാണ് ഈശോയെ. ആരോഗ്യമില്ലാതെ വരുമ്പോഴാണ് ഈശോയെ. അപ്പോഴതെല്ലാം കർത്താവ് നിന്റെ സ്പേസാണെന്ന് നീ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കർത്താവ്, നിനക്ക് എന്തെല്ലാം ഇല്ലായ്മ വരുന്നോ അതെല്ലാം നിന്റെ ഉള്ളായ്മ അവർക്ക് അനുഭവിക്കാനുള്ള സ്പേസാണെന്ന് കർത്താവ് നീ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈശോയെ. നിന്റെ അതുപോലെയുള്ള വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് അങ്ങനെ മക്കളുടെ കരുണ തോന്നണം. സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് നീ ചോദിച്ചു. 5:17 യോഹന്നാന്റെ സുവിശേഷം. അപ്പോൾ സർവ്വാരോഗ്യ പറഞ്ഞു, കർത്താവ്, വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈശോയെ അവനോട് പറഞ്ഞത്, കിടക്കയും എടുത്ത് എഴുന്നേറ്റ് നടക്കാൻ. ഇല്ലായ്മയുടെ എല്ലാ അവസരങ്ങളിലും കർത്താവെ കൈനീട്ടി തന്നുകൊണ്ട് ഞങ്ങളെ പിടിച്ചു നടത്തുന്നവനെ, പത്രോസിനെ കടലിൽ നിന്ന് പൊക്കിയെടുത്തതുപോലെ സർവ്വാരോഗ്യ വെള്ളത്തിൻ്റെ അരികിൽ നിന്ന് പൊക്കിയെടുത്തതുപോലെ കർത്താവെ, തളർന്നു കിടക്കുന്ന മനസ്സുകളെ നീ പൊക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കുറിച്ചു വെക്കാൻ പറ്റിയ ഓർമ്മക്കല്ലായി മാറാൻ വലിയ അനുഗ്രഹത്തിൻ്റെ അടയാളം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കർത്താവെ, നീ കൊടുത്ത അനുഗ്രഹത്താൽ മക്കൾ ഓർത്തിരിക്കുവാൻ വേണ്ടി അവർക്ക് സൗഖ്യമായി, സമാധാനമായി, അവർക്ക് സന്തോഷമായി കർത്താവെ നിന്റെ അടയാളവും സാന്നിധ്യം വ്യക്തമാക്കണമേ. ദൈവത്തിൻ്റെ കരുണയാൽ നീ പോകുന്ന ഇടങ്ങളിൽ നിന്റെ വലത്തും ഇടത്തും വീട്ടിലും വടിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യവും സാന്നിധ്യവും സൗഖ്യവും വിടുതൽ അനുഭവിക്കാൻ ഇടയാക്കണം. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, നടന്ന് നീ കുരിശിൻ്റെ ചുവട് വരെ എത്തിയതുപോലെ ആ കുരിശിനെപ്പോഴും അതിജീവിച്ചുകൊണ്ട് നീ നിന്റെ തിരുക്കുമാരനെ മടിയിലേറ്റിയതുപോലെ അവൻ്റെ ശവക്കല്ലറ അനുദപിച്ചുകൊണ്ട് വീണ്ടും നീ പ്രാർത്ഥനയെ തുടർന്നതുപോലെ പ്രത്യാശയുടെ നീ നിന്റെ സ്വർഗാരോഹണത്തിൽ ഭൂലോകരാജ്ഞയിൽ നിന്ന് മുട്ടിധരിപ്പിക്കപ്പെട്ട നിന്റെ സുവിശേഷ ജീവിതത്തിൻ്റെ പാദങ്ങൾ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ സഞ്ചരിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ഓരോ അനുഭവവും മരിയൻ അനുഭവമായി മാറാൻ ഞങ്ങളുടെ ഓരോ സാക്ഷ്യവും മരിയൻ സാക്ഷ്യമായി മാറട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക തകർച്ചകൾ, കുടുംബത്തിൻ്റെ സമാധാന തകർച്ചകൾ, ശരീരത്തിൻ്റെ ആരോഗ്യ തകർച്ചകൾ, ജീവിതത്തിൻ്റെ എല്ലാ വരുമാന തകർച്ചകളുടെ മേലെല്ലാം ദൈവം ഇടപെടട്ടെ.
നിന്നെ കുരുക്കിയ, നിന്നെ സങ്കടപ്പെടുത്തിയ, നിന്റെ കുഴപ്പം കൊണ്ട് തന്നെ നിനക്ക് ചിലപ്പോൾ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മുൻപും പുറകും നോക്കാതെ നിന്നെ നീയായി നോക്കി കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിന്നെ വീണ്ടെടുക്കുവാൻ പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥതയിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമീൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് 2-3 വചനങ്ങൾ ഒരുമിച്ച് വായിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഓർമ്മക്കല്ല്. ജോഷുവ നാട്ടിയ ഓർമ്മക്കല്ല്. ബൈബിളിൻ്റെ പഴയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ, പഴയ നിയമത്തെ പുതിയ നിയമത്തുമായിട്ട് കണക്ട് ചെയ്യണത് ഓർമ്മ എന്ന ഒറ്റ വാക്കിലാണ്. ഓർമ്മ. എല്ലായിടത്തും ഇങ്ങനെ ഓർമ്മയ്ക്ക് വേണ്ടി അടയാളങ്ങൾ സ്ഥാപിച്ചുകൊണ്ടാണ് ദൈവം മനുഷ്യൻ്റെ കൂടെ സഞ്ചരിക്കുന്നത്. ഇത് മനോഹരമാണെന്നറിയാം. നമുക്ക് കേൾക്കാം. ജോഷുവയുടെ പുസ്തകം 4:22. ഇസ്രായേൽ ഉണങ്ങിയ നിലത്തുകൂടെ ജോർദാൻ കടന്നു എന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. വാഗ്ദാന നാട് പ്രാപിക്കുക 40 വർഷത്തിന് ശേഷം യാത്രയ്ക്ക് ഒടുവിലെ വാഗ്ദാന നാട് ജോഷുവയും സംഘവും പ്രാപിക്കുമ്പോൾ പറയണ കാര്യങ്ങളാണ്. ഇത് മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ കൊണ്ടുവന്ന് ആ കല്ലൊരു നാട്ടുകയാണ്. 12 കല്ല് കൊണ്ട് നാട്ടുവരുത്. ആ ഉണങ്ങിയ നിലത്തുനിന്ന് എടുത്ത 12 കല്ലുകൾ 12 ഗോത്രങ്ങളുടെ എന്തോ പ്രതീകമായിട്ട് ഇവർ കരയിൽ നാട്ടും. ഇപ്പം തുടങ്ങിയല്ല ഈ ഓർമ്മ. എന്തെല്ലാം ദൈവാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ഓർമ്മശിലകൾ അവർ നാട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓർമ്മശിലകൾ നാട്ടിയാണ് അവർ വാഗ്ദാന നാട് പ്രാപിക്കുന്നത്. നമ്മൾ സ്വർഗീയ ജസയിലേക്ക് യാത്ര ചെയ്യുമ്പോഴും നമുക്ക് ഉണ്ടാവണം ദൈവാനുഭവത്തിൻ്റെ ഓർമ്മശിലകൾ. ഞാൻ എൻ്റെ മുറി സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ 4 വയസ്സ് എൻ്റെ അപ്പനുമായിട്ട് സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ അരികിൽ കൂടി അപ്പൻ നക്ഷത്രങ്ങളെ കാണിച്ച് മിന്നാമിനുകളെ കാണിച്ച് നടത്തുന്ന ഒരു പ്രായമാണത്. അപ്പോഴും ഞാൻ ചെമ്പരത്തിക്കാട്ടിൽ കർത്താവിനെ കണ്ടു. കർത്താവിൻ്റെ തിരുമുഖം, അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ അമ്മ സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ മുൾക്കിടപാടുന്ന തിരുമുഖം ചെമ്പരത്തിക്കാട്ടിൽ ഞാൻ നിലാവ് വെളിച്ചത്തിൽ കണ്ടു. അന്നാണ് ഞാൻ ഈശോനെ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷമാണ് എനിക്ക് പിന്നീട് വളരുമ്പോൾ ഈശോയുടെ കൂടെ വരണമെന്നും വളരണമെന്നും മനസ്സിലാക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹവും ദൈവവിളി ഉണ്ടായത്. ദൈവം നമ്മളെ കണ്ട കാര്യം, ദൈവം നമ്മൾ അനുസ്മരിച്ച കാര്യം നമ്മൾ ഓർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ നീ ഓർക്കണം. നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടിയോ അതെല്ലാം ഓർത്തിരിക്കണം. നിങ്ങളുടെ കഴിവായിട്ടും ക്യാമത്വമായിട്ട് നിങ്ങളെ കെട്ടിയെഴുന്നേൽപ്പിക്കുമ്പോഴാണ് ദൈവം നിങ്ങളെ വിട്ടിട്ട് പോണത്. കാര്യം അതെല്ലാം നിൻ്റെ നോട്ട് ബൈ മിനിറ്റിൽ കിട്ടിയതാണ്. അതുകൊണ്ട് ഇന്ന് ദൈവവേദന, എന്നെ കേൾക്കുന്ന ദൈവവേദന, കർത്താവിനെ ഓർക്കാൻ വേണ്ടി ഓർമ്മശിലകൾ നിൻ്റെ കുടുംബത്തിൽ നഷ്ടപ്പെടണം. ഏതെല്ലാം നിനക്കൊരു അടയാളം ഉണ്ടാണ്. എവിടെ നിന്നെല്ലാം നീ കടന്നു പോകുന്നു അവിടെയെല്ലാം അനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ ഓർമ്മകൾ.
അതുകൊണ്ട് എന്താ ബൈബിൾ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്ക് 103 സങ്കീർത്തനം 2 എടുത്തേ. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അനുഗ്രഹം മറന്നു പോകണതാണ് നീചത്തരം എന്ന് പറയണത്. പിന്നെ അനുഗ്രഹം കിട്ടാതിരിക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. കാര്യം അനുഗ്രഹം മറന്നാൽ നീ ദൈവത്തെ മറക്കും. കാര്യം നീ എന്ന് പറയുന്ന ദൈവാനുഗ്രഹം തന്നെയാണ്. അത് സങ്കീർത്തനം എടുത്ത് 137:5. ജെറുസലേമേ നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ, നിന്നെ ഞാൻ മറക്കുമെങ്കിൽ എന്റെ വലതുകൈ എന്നെ മറക്കട്ടെ. എന്തൊരു വൈകാരിക തീഷ്ണതയാണ് ഈ ആത്മബന്ധത്തിനുള്ളത്. ആത്മബന്ധം തീഷ്ണമായത് കൊണ്ടാണ് നമ്മൾ ഓർത്തോർത്തിരിക്കുന്നത്. ഞാൻ തകർന്നു പോയൊരു കാലം ഉണ്ടായിരുന്നു 1989. പക്ഷെ അന്ന് എൻ്റെ മുറിയിലോട്ട് ഒരമ്മ വന്നു. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മാതാവിൻ്റെ രൂപം. ഞാനതെടുത്ത് എൻ്റെ മുറി വെച്ചു. ഇന്ന് നിങ്ങൾ എൻ്റെ മുറി വന്നു കഴിഞ്ഞാൽ ഞാൻ പോയി ഇടവകളിലെല്ലാം അന്ന് മുതലാണ് മാതാവ് എൻ്റെ ജീവിതത്തിൽ ആക്റ്റീവായിട്ട് എന്നെ സന്ധിച്ച് നിലനിർത്തി പ്രവർത്തിച്ച് അവസാനം പ്രത്യക്ഷപ്പെട്ടത്. അതെൻ്റെ ജീവചരിത്രത്തിൽ ഇതെല്ലാം തെതിയൂരിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ വന്ന വഴികളെല്ലാം അത് ഓർമ്മയായിട്ട് എൻ്റെ മുറിയിൽ ഇന്ന് ഞാൻ ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട്. 24 മണിക്കൂറും ആ ലൈറ്റിങ് തെളിഞ്ഞുകൊണ്ട് നിൽക്കും. എന്താണ്? മാതാവിൻ്റെ മുമ്പിൽ. ജൂൺ 8-ാം തീയതി എൻ്റെ ബർത്ത്ഡേക്കാണ് വന്നത് 89. ഇന്നിപ്പോൾ 2024 ഞാൻ എല്ലാ സമയത്തും എൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഓർമ്മയായിട്ട്. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം ഓർമ്മയുടെ ബന്ധമാണ്. നിങ്ങളത് നിയമാവർത്തനം 15:15 എടുത്തേ. നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം. അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് ഇക്കാര്യം കൽപ്പിക്കുന്നത്. അതായത് കർത്താവ് പണ്ട് നമുക്ക് ചെയ്ത കാര്യങ്ങൾ ഓർക്കണമെന്ന് കർത്താവ് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗ്യം ഓർക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കർത്താവ് കുർബാന സ്ഥാപിക്കുമ്പോൾ ഡു ദിസ് ഇൻ മെമ്മറി എന്ന് ഇത് നിങ്ങളെല്ലാവരും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറ്റും. നമുക്ക് കുർബാന പോലും ആ ഓർമ്മയാണ്. കുർബാന കൂടുമ്പോൾ നിങ്ങൾ ആ ഓർമ്മയാണ് ആചരിക്കുന്നത്. അന്നത്തെ സ്നേഹത്തെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുകയാണ്. കർത്താവ് എപ്പോഴും പറയും, നിങ്ങൾ എൻ്റെ വചനങ്ങൾ അനുസരിക്കുവിൻ, എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. നമ്മൾ കുർബാന കൂടുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുന്നുവെന്ന് കർത്താവിനെ ബോധ്യപ്പെടുത്തുകയും നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സ്നേഹത്തിൻ്റെ ശുശ്രൂഷയാണ് പരിശുദ്ധ കുർബാന. അതിനൊക്കെ വരും നമുക്കൊന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ചെയ്യാനില്ല. കാര്യം അവൻ നമുക്ക് വേണ്ടി സ്നേഹിച്ച ആ ശൂന്യവൽക്കരണത്തെ നമ്മൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അവൻ്റെ ഉയർത്തുന്നേപ്പിൻ്റെ മഹത്വത്തെയും നമ്മൾ ഏറ്റുപറയുകയും ചെയ്യുകയാണ്. ഓർമ്മയാണ് ദൈവത്തോട് ബന്ധത്തിൻ്റെ നമ്മളെ നിലനിർത്തുന്ന മർമ്മം. ഓർമ്മ മർമ്മമാണ്. നമ്മുടെ ഉടമ്പടി എടുത്തവരുടെ ഉടമ്പടിയുടെ ഡ്രൈവിങ് പഠിക്കണത് ഉടമ്പടി ധ്യാനത്തിലാണ്. വണ്ടി വാങ്ങിച്ചിട്ട് കാര്യമില്ല, ഡ്രൈവിങ് പഠിക്കണ്ടേ. ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞാലും വണ്ടി വാങ്ങിച്ച പോലെ ആകത്തുള്ളൂ. വണ്ടി വാങ്ങിച്ചാൽ പിന്നെ ഡ്രൈവിംഗ് പഠിക്കണം, പിന്നെ ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ടായിരിക്കണം, ടെസ്റ്റ് പാസ്സാകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉടമ്പടി ധ്യാനങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം എപ്പോഴും. ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ ഈ ആഴ്ചയിൽ ഈശോ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് പറയണത്. അല്ല ഞാൻ എവിടുന്നെങ്കിലും നോക്കി വായിക്കുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ബൈബിൾ സ്വന്തമായത് ബൈബിൾ മാത്രമേ വായിക്കത്തുള്ളൂ. ബൈബിളിൻ്റെ വായിക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ആ വിഷയത്തിൽ വന്നാൽ സഭ അതിനെക്കുറിച്ച് എന്ത് പറയണമെന്ന് നോക്കും. സഭയുടെ പുസ്തകങ്ങളുണ്ട്, സഭയുടെ കമൻട്രീസ് ഉണ്ട്, കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് ഉണ്ട്. സഭയ്ക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തവും കൃത്യവുമായ പഠനങ്ങളുണ്ട്. അപ്പം എനിക്ക് സംശയം വന്നാൽ ഞാൻ സഭയുടെ സ്റ്റാൻഡ് പിന്നെ പറയത്തുള്ളൂ ആ വിഷയത്തിൽ.
പക്ഷെ അതേസമയം തന്നെ ഉടമ്പടിയിൽ എപ്പോഴും ഇതൊരു പുതിയ ദൈവ സംവിധാനമാണ്. പുതിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയൻ ബേസിൽ ഇതൊരു നമ്മളുടെ ധ്യാനം നമുക്കറിയണം നമ്മൾ എന്താ ചെയ്തിരിക്കണം. നമ്മൾ എടുത്തിരിക്കുന്നത് മരിയൻ കവനൻ്റാണ്. മാതാവിലൂടെ വെളിപ്പെട്ട മനുഷ്യൻ്റെ അനുദിന ജീവിതത്തെ അഭിസംബോധന ചെയ്യുന്ന ആധ്യാത്മിക പരിചരണം, അതാണ് മരിയൻ ഉടമ്പടി. ഉടമ്പടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പഴയ നിയമ ഉടമ്പടിയും. പഴയ നിയമ ഉടമ്പടിയുടെ അടിസ്ഥാനം അതിൻ്റെ ആക്ടിവേഷൻ ഫോക്കസ് വാഗ്ദാന പേടകവുമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യനെ സംലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പൊതു സംവിധാനമായിട്ടാണ് ആർക്ക് ഓഫ് ദി കവനൻ്റ് വരണത്. ഇപ്പം പരിശുദ്ധ കുർബാനയും വാഗ്ദാന പേടകമാണ്, പരിശുദ്ധ അമ്മയും വാഗ്ദാന പേടകമാണ്. ഈ രണ്ട് മാധ്യമങ്ങളിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാകും. അപ്പം ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാകുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാകല്യത്തിൻ്റെ പേരാണ് ക്രിസ്തു. അപ്പോൾ ഉടമ്പടി അൾട്ടിമേറ്റായിട്ട് എയിം ചെയ്യണത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിൻ്റെ വിഷയം എന്ന് പറയണത് ക്രിസ്തു ഒരേ സമയത്ത് തന്നെ നന്മയുമാണ്, അല്ലെങ്കിൽ ബ്ലെസ്സിങ്സുമാണ്, ഗ്രേസുമാണ്. അതിനെല്ലാം കൂടി ബൈബിൾ പറയുന്ന പേരാണ് രക്ഷ. രക്ഷ പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ദൈവത്തെ സ്വീകരിക്കുന്നതിനെ, ദൈവത്തിൻ്റെ ദൈവാനുഭവത്തിന് ബൈബിൾ പറയുന്ന പേരാണ് രക്ഷ പ്രാപിക്കുക. ദൈവാനുഭവത്തിന് ബൈബിള് ദൈവാനുഭവം എന്നല്ല പറയണത്, മറിച്ച് രക്ഷ പ്രാപിക്കുക എന്നാണ് പറയണത്. ഈ രക്ഷ പ്രാപിക്കുന്നതിന് പുതിയ നിയമത്തിലെ അനുതാപത്തിലാണ് അതിൻ്റെ ആദ്യ പാഠം തുടങ്ങുന്നത്. അനുഗ്രഹത്തിൻ്റെ ആദ്യ പാഠം പഴയ നിയമത്തിലെ അനുതാപമായിരുന്നു. നിങ്ങളെ അനുതപിച്ചാൽ ഐശ്വര്യം, ബ്ലെസ്സിങ്സ് പ്രാപിക്കുമെന്ന്, ഫിസിക്കൽ ഫേവേഴ്സ്. അപ്പോൾ ഈ ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയുന്നത് നമ്മളിന്ന് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഫിസിക്കൽ ഫേവേഴ്സാണ്. അനുഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്ന ഫിസിക്കൽ ഫേവേഴ്സാണ്. ഈ ഫിസിക്കൽ ഫേവേഴ്സിന് പഴയ നിയമത്തിൽ ഫിസിക്കൽ ഫേവേഴ്സിന് അതിൽ തന്നെ എൻറ്റിറ്റി ഉണ്ടായിരുന്നു, അതിൽ തന്നെ ദൈവികമായ രക്ഷ ഉണ്ടായി. പുതിയ നിയമകാലം വന്നപ്പോൾ ഈ ഫിസിക്കൽ ഫേവേഴ്സിനെ ക്രിസ്തുവുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് രക്ഷയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ആത്മരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാത്തവർക്ക് ഫിസിക്കൽ ഫേവേഴ്സ് അനുഭവവേദ്യമല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ശ്രദ്ധിക്കട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഖ്യവൂസിനെ കൊടുക്കണത് രണ്ട് ഗ്രേസും കൊടുക്കുകയാണ്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് പറയാം, അല്ലേ? 19:9
ലൂക്കായുടെ സുവിശേഷം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 19:9. യേശു അവനോട് പറഞ്ഞു, യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇപ്പം രക്ഷ കൈവരിക, രക്ഷ ലഭിക്കുക, രക്ഷ പ്രാപിക്കുക നമുക്ക് ലഭിക്കുന്നൊരു വിഷയമാണ്. അപ്പം നമ്മൾക്ക് ബൈബിൾ വെളിപ്പാടിൽ നമ്മൾക്ക് ലഭിക്കുന്നത് രക്ഷയാണ്. രക്ഷ എന്ന ബൈബിൾ പറയണത് അതിൻ്റെ അകത്ത് ഇപ്പം സഖ്യവൂസ് നല്ല ധനാഢ്യനാണ്. അപ്പം ധനം കൊണ്ട് മാത്രമല്ലല്ലോ, ധനമൊക്കെ പോകാൻ ഒരു ജലദോഷം, വെടിപ്പായിട്ടൊരു ജലദോഷം വന്നാൽ അമ്പാനിയുടെ കയ്യിൽ പോലും കാശുണ്ടാകത്തില്ല. 5000 രൂപ, കോടി രൂപ മുടക്കി കല്യാണം നടത്തിയെങ്കിലേ വൃത്തിയായിട്ടൊരു ജലദോഷം വന്നാൽ മുടക്കാനുള്ള കാശുണ്ടാകത്തില്ല. കാര്യം അതുകൊണ്ടല്ലേ ആൾക്കാർ മരിച്ചു പോണത്, കയ്യിരിക്കണ കാശ് മുതലാകാത്ത കൊണ്ടല്ലേ. അതാണ് വിഷയം. അപ്പോൾ ധനം ഇപ്പോൾ സഖ്യവൂസ് ധനം ഉണ്ടെന്നേ ഉള്ളൂ. ക്രിസ്തു പറയണത് ധനത്തെ നിലനിർത്താനും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും നിത്യത വരെ നിലനിൽക്കാനും വേണ്ടിയുള്ള സംവിധാനമായിട്ടാണ് ബൈബിള് രക്ഷയെ പറയണത്. അതാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷയെ വന്നിരിക്കുന്നത്. അപ്പോൾ ഭവനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഭവനമൊക്കെ നിങ്ങൾ ഡൈവേഴ്സൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. കാര്യം ദൈവത്തിന് എപ്പോഴും ഇഷ്ടം ഇൻഡിവിജ്വൽ ബ്ലെസ്സിങ്സിനേക്കാൾ ഉപരി അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും കുടുംബമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. അനുഗ്രഹം കിട്ടാൻ എളുപ്പമുള്ളൊരു മാർഗം ഒരു ഭവനത്തിൻ്റെ ഒരു പരിപ്രേക്ഷ്യത്തിലാണ് കിട്ടണത്. ദൈവം ഒത്തിരി കൊതിക്കുന്നുണ്ട് ഭവനമായി നമ്മൾ നിലനിൽക്കാൻ. നിങ്ങളൊത്തിരി കൊതിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും പിരിഞ്ഞു പോകാൻ. അതാണ് ഒരു വ്യത്യാസം വരേണ്ടത്. ഇപ്പോൾ ദൈവത്തോട് യോജിക്കണം. കാര്യം ഈ വയസ്സ് 1-2 പ്രസവിച്ച് കഴിയുമ്പോൾ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അവർക്ക് ജോലിയുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആൾ ഡിസ്റ്റർബൻസ് ഇല്ല, ആരും ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, ഭർത്താവിനെ ചുമക്കണ്ട, ഭർത്താവിൻ്റെ അപ്പനെ ചുമക്കണ്ട, അമ്മയെ ചുമക്കണ്ട. ഇത് തറവാട്ട് വീട്ടിലാണെങ്കിൽ കയറി ഇറങ്ങണ നാത്തുമാരെ ചുമക്കണ്ട, വെള്ളം ഫ്രീ ആയി. എവിടെയെങ്കിലും നമ്മളെ കിട്ടുന്ന ശമ്പളം എടുത്തൊരു വാടകയ്ക്ക് വിട്ടി പോയി കഴിഞ്ഞാൽ ഈസിയാണ്. പക്ഷേ അതോടുകൂടി ഇതിൻ്റെ ബ്ലെസ്സിങ്സ് ബ്ലോക്കാവും. കാര്യം ഭവനത്തിനാണ് അലോട്ട്മെൻ്റ് ഉള്ളത്. നിങ്ങൾ ബൈബിൾ പഠിക്കണത് എന്തിനാ? ദൈവത്തിൻ്റെ മനസ്സ് പഠിക്കാനാ. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളെല്ലാവരെയും ഭവനമായി നിലനിർത്തണമേ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭവനത്തിൻ്റെ സാക്ഷ്യം കേട്ട്, പേര് സാമുവൽ സിബി. ഈ ആഴ്ചത്തെ ഏറ്റവും ബെസ്റ്റ് സാക്ഷ്യങ്ങളൊന്നാണ് സാമുവൽ സിബിയുടെ സാക്ഷ്യം. അദ്ദേഹം ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ്. അദ്ദേഹം പറയണത് ഞങ്ങൾ എവിടെയായിരുന്നാലും കുടുംബമായിട്ടാണ് നിലനിൽക്കണതെന്ന്. അത് ഭയങ്കരമാണ്. ഞങ്ങൾ എവിടെയായിരുന്നാലും ആ സന്ധ്യ ആകുമ്പോൾ ഓൺലൈനിൽ ഞങ്ങൾ പ്രെയർ ചെയ്യും. കുടുംബത്തിൻ്റെ ഒരുമിച്ച് ഭക്ഷിക്കുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയണത് കുടുംബത്തിൽ ഏറ്റവും നിങ്ങൾ കൊതിക്കണം. ഈ സാമൂഹ്യം പറയുന്നൊരു സംഭവമുണ്ട്, ഞങ്ങൾ എവിടെ പോയാലും 6:30 വീട്ടിൽ വരാൻ നോക്കും. അപ്പനാണ് പറയണത് നോക്കണം. സാധാരണ അപ്പന്മാരാണ് വരാത്തത്. സാധാരണ അപ്പന്മാരാണല്ലോ വീട്ടിൽ വരാൻ താമസിക്കുന്നത്, ഓരോ കാര്യം പറഞ്ഞ് മുടങ്ങണത്. അമ്മമാരൊക്കെ മിക്കവാറും വീട്ടിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ ഈ സാമൂല പറയണത് ഞങ്ങൾ എവിടെ പോയാലും, ഞാൻ പോയാലും വൈഫ് പോയാലും മക്കൾ പോയാലും ഞങ്ങൾ 6:30 മണിക്ക് മുമ്പ് വീട്ടിൽ കയറാൻ നോക്കും. എന്താ കാര്യം? കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന്. എന്നാ രസമൊക്കെ കേൾക്കാൻ. ആ സാമൂഹിക സാക്ഷി നിങ്ങൾ കേൾക്കണം, നല്ല ഹൃദ്യമാണ്. അതിൻ്റെ താഴെയുള്ള ആൾക്കാരുടെ കമൻറ്റ്, ഈ അപ്പൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയെന്ന്. അപ്പന്മാർ സാക്ഷ്യം പറയുമ്പോഴേ കേൾക്കുന്ന ആൾക്കാരുടെ കണ്ണ് നിറയണേ. അപ്പോൾ എന്തൊരു അഭിഷേകം അതിൻ്റെ അകത്ത് വന്നിരിക്കണത്. അപ്പോഴാ ഒരു ഭവനമായി ദൈവതിരുസന്നിധിയിൽ ടാപ്പിംഗ് അലോട്ട്മെൻ്റ് ഉള്ളത് ഭവനത്തിനാണ്. അതുകൊണ്ട് തന്നെ ഭവനമായി നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ കല്യാണം കഴിക്കാത്തവരും കഴിക്കാൻ പോകുന്നവരും കഴിച്ചിരിക്കുന്നവരുമൊക്കെ
ദൈവ സംവിധാനത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നുവെന്നുള്ള ചിന്തയാണ് വേണ്ടത്. ഇനി എനിക്ക് 4 പേരുടെ കൃപയാണ്, ഷെയറാണ് തരാൻ പോണത് ദൈവം. അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും 2 മക്കളും 3 മക്കൾ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ആരോഗ്യവും സൗകര്യവും സാഹചര്യവും പോലെ ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരട്ടെ. പക്ഷേ എന്തുമാത്രം കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു അത്രയും ടാപ്പിംഗ് പോയിൻ്റ് കൂടും, റേഷൻ കൂടും അത്രയും. നമ്മുടെ റേഷൻ കാർഡ് അങ്ങനെയല്ലേ? നമ്മുടെ ആൾക്കാരുടെ 2 വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം റേഷൻ കിട്ടും. ഇതുപോലെ ദൈവതിരുസന്നിധി കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ച് അനുഗ്രഹം കൂടും. അതുപോലെ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ ഇക്കണോമിക്സാണല്ലോ എടുത്തത്. കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പട്ടിണി കിടക്കുമെന്നല്ലേ പറഞ്ഞത്? അതല്ല, കുഞ്ഞുങ്ങൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആൾ കൂടും, ദൈവത്തിൻ്റെ അടുത്ത് നമ്മളെ മുട്ടുകുത്താനുള്ള ആൾ കൂടും, കർത്താവ് ഞങ്ങളെന്ന് പറഞ്ഞതിനൊരർത്ഥം ഉണ്ടാവും. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയല്ലേ ഈശോ പഠിപ്പിച്ചുള്ളൂ, അല്ലേ? ദൈവത്തിരുസന്നിധി ഒരു പ്രാർത്ഥന പഠിപ്പിച്ചുള്ളൂ. അതിൻ്റെ അകത്ത് ഞങ്ങളെന്നാണ് പറഞ്ഞിരിക്കണം. സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്, അല്ല ഞങ്ങളുടെ പിതാവേ. അപ്പോൾ തന്നെ അപ്പോൾ അവിടെ ഒരു ഭവന പ്രീ സപ്പോസ് ചെയ്യുന്നുണ്ട്. സക്കേവൂസിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഈശോ പറയും ഭവനത്തിന് രക്ഷകൈ വന്നിരിക്കുക. അപ്പോൾ സക്കേവൂസാണ് കർത്താവുമായിട്ട് ഇൻട്രാക്ട് ചെയ്തെങ്കിലും അതിൻ്റെ അനുഗ്രഹം ചാനൽ ഔട്ട് ചെയ്ത് എല്ലാവർക്കും കിട്ടുകയാണ്. അത് വലിയ ഒരു എപ്പോഴും ഓർത്തേക്കണം. അത് പ്രാർത്ഥിക്കുക, കർത്താവേ ഞങ്ങളെ ദൈവഭവനമായി സംരക്ഷിച്ചു നിലനിർത്തണമേ. അപ്പൊ നിസ്സാര കാര്യങ്ങൾക്ക് ഒരിക്കലും ഈ ദൈവ സംവിധാനത്തിൽ ഒരു ഫോറിൻ മാറ്ററിനെ കയറ്റരുത്. നിങ്ങൾ ഒരു കുടുംബമായാൽ അവരിരുവരും ഒരു ശരീരമായി തീരുമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ മനസ്സിലാകാം മറ്റുള്ളതെല്ലാം ഫോറിൻ മാറ്ററാണെന്ന്. എന്താ കാര്യം? നിങ്ങൾ ഇരുവരും ഒരു ശരീരമായി തീരും. ഈശോ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പഴയ നിയമത്തിലെ ആ കോൺസെപ്റ്റ് ഈശോൻ്റെ കാലം വരുമ്പോൾ ഈശോ അതിന് അങ്കുലിയൻ ചാർത്തനുണ്ട്. ഈശോ അത് പഴയ നിയമത്തിൽ ഒത്തിരി സംഭവം ഈശോ എടുത്തിട്ടില്ല. എടുത്ത കാര്യങ്ങൾക്കെല്ലാം ഈശോ റീസൈൻ ചെയ്ത് കൊടുക്കും. അതിലൊന്നാണ് ഭർത്താവും ഭാര്യയും ഒരു ശരീരമായി തീരുമെന്നുള്ളത്. അപ്പം നിങ്ങൾ ഓർക്കും, അച്ഛാ എങ്ങനെയാണ് അച്ഛാ ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ സ്വഭാവമുള്ള ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ പറ്റണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സ് കൂടിയ കൊണ്ട് മാത്രം കാര്യമായില്ല. അതിന് വേണ്ടത് ഇപ്പം അന്നാളുകളിൽ എന്താണ്, മിശിഹാക്കാലം വരത്തില്ലേ? മിശിഹാക്കാലത്തിനെ കുറിച്ച് എന്താ പറയണത്? അന്നാളുകളിൽ സിംഹവും അതുപോലെ തന്നെ കരടിയും സിംഹവും ഒരുമിച്ച് മേയും. കുഞ്ഞുങ്ങളെ സർപ്പത്തിൻ്റെ അളയിൽ കൈയിടും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ.